ഫോട്ടോഗ്രാഫറായ ശബരി ജാനകി കൂടി ചേരുന്നുണ്ട്. നിരവധി തവണ കാശ്മീർ സന്ദർശിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും ചെയ്ത ഒരാളാണ് ശബരി. മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. വളരെ ഞെട്ടലോടെ നമ്മൾ പറയുന്ന ഒരു വാർത്തയാണിത്. ഏറ്റവും പുതിയതായി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാൻ ഇതിൽ പ്രധാനമായ പങ്കുണ്ട്. പാകിസ്ഥാൻ ഭീകരരാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ്. പല തവണയായുള്ള യാത്രകളിൽ താങ്കൾക്ക് കാശ്മീർ എങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്? ഈ അടുത്തിടെയായി വളരെ ശാന്തമായിരുന്നു ആ പ്രദേശം. ശരിയാണ്. ആദ്യമേ ഈ ആക്രമണത്തിൽ മരണപ്പെട്ട 28 പേർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു വന്നത്. കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയായിരുന്നു എൻ്റെ ട്രിപ്പ്. വിത്ത് ഫാമിലി ആയിരുന്നു. അപ്പം കാശ്മീർ എന്ന് പറയുന്ന ഒരു ഭൂമിയിലെ സ്വർഗ്ഗമാണ്. പക്ഷേ ആ സ്വർഗ്ഗം എത്ര പെട്ടെന്നാണ് നരകമായി മാറുന്നതില്ലേ നമ്മുടെ കൺമുന്നിൽ നിമിഷ നേരം കൊണ്ട്. കാരണം ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ സ്ഥലത്ത് പോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും അനുഭവിച്ച് ആ ഒരു കാഴ്ചകളെല്ലാം, മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് പകർത്തി കുട്ടികളതിലൂടെ ഓടിക്കളിച്ച്, അപ്പോൾ അതെല്ലാം ഇപ്പം ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ മുതലേ ഉള്ള ആ ഒരു ഞെട്ടൽ മാറിയിട്ടില്ല. കാരണം നമ്മൾ ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരാളാണ്. അപ്പം ആ ഒരു ഭീതി വിട്ടിട്ടില്ല. ഇന്നലെയൊന്നും ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. കാരണം കുട്ടികൾക്കൊക്കെ ഇതൊരു വലിയ ഷോക്കിംഗ് ആയിരുന്നു. മനോഹരമായ ആ ഒരു ഭൂപ്രദേശം ഇത്തരത്തിൽ ഇങ്ങനെ മാറിപ്പോകുന്നത് വളരെ സങ്കടകരം എന്ന് മാത്രമേ പറയാനാവുകയുള്ളൂ. പറയുന്ന ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് ഈ പറയുന്ന ഭാഗത്തെ വിശേഷിപ്പിക്കുന്നത്. ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് പറുദീസയായിരിക്കണം. കാരണം എവിടേക്ക് ക്യാമറ തിരിച്ചാലും അതിമനോഹരമായ ഫ്രെയിമുകളാണ്. ഇപ്പോൾ ഈ ഭീകരാക്രമണം നടന്ന സമയത്ത് മഞ്ഞ വീഴ്ച ഇല്ലാത്ത സമയമാണ്. എനിക്ക് തോന്നുന്നു നവംബർ ഡിസംബർ സമയത്താണെന്ന് തോന്നുന്നു മഞ്ഞ് അവിടെ ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ ഈ ഭാഗത്തേക്ക് താങ്കൾ ഈ ഫെബ്രുവരിയിൽ പോയ സമയത്ത് കുടുംബത്തോടൊപ്പം പോയതെന്ന് പറഞ്ഞു. ആ സമയത്ത് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പരിശോധനകളൊക്കെ ഉണ്ടായിരുന്നു ശബരി? കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ശ്രീനഗറാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ആ ശ്രീനഗറിൽ വളരെ ടൈറ്റ് ഷെഡ്യൂൾ ആർമി സുരക്ഷ തന്നെയായിരുന്നു. ആർമി CRPF ഒരു 100-200 മീറ്റേഴ്സിൻ്റെ ഇടവിട്ട് ആർമി വിത്ത് ആംസ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളെ ട്രിഗറിൽ വിരൽ വെച്ചുകൊണ്ട് അവരത്ര വിജിലൻ്റ് ആയിട്ടുള്ള ഒരു സുരക്ഷ തന്നെയായിരുന്നു. ഒരു ദിവസം അവിടെ ഹോം സെക്രട്ടറി ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന ദിവസം. അന്ന് ശ്രീനഗറിൽ കുറേ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസരം വന്നു. പക്ഷേ പിന്നെ ശ്രീനഗറിന് പുറത്തേക്ക് വരുമ്പോൾ ഈ ടൂറിസ്റ്റുകൾ വരുന്ന പ്രദേശങ്ങൾ, ഇപ്പോൾ പ്രധാനപ്പെട്ടപ്പോൾ മലയാളികളടക്കമുള്ള ടൂറിസ്റ്റുകൾ ഏറ്റവും അധികം പോകുന്ന സ്ഥലങ്ങളാണ് സോനാമാർഗ്, പെഹൽഗാം, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അത്തരം സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു സുരക്ഷാ സംവിധാനങ്ങൾ കുറച്ച് കുറവായിരുന്നു എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ടൂറിസ്റ്റുകൾക്കെതിരെ ഈ മിലിറ്റൻസിൻ്റെ ആക്രമണങ്ങൾ വളരെ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പക്ഷേ ഇനി അതൊക്കെ മാറി ചിന്തിക്കുമായിരിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ കുറച്ച് കുറവ് തന്നെയായിരുന്നു. വലിയ രീതിയിലുള്ള ആർമിയുടെ ഒരു മൊബിലൈസേഷൻ ഒന്നും അവിടെ കണ്ടിരുന്നില്ല. അത് തന്നെയാണ് അതിൻ്റെ ശരി. ശബരി, താങ്കൾ എത്ര തവണ കാശ്മീരിൽ പോയിട്ടുണ്ട്? ഓരോ തവണയും പോയതിൽ വെച്ച് ഈ അടുത്തിടെ പോയ സമയവുമായി എന്ത് മാറ്റങ്ങളാണ് താങ്കൾക്ക് അനുഭവപ്പെട്ടത്? ഞാൻ 2 തവണയാണ് ഹിമാലയൻ മേഖലയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളത്. അതിൽ കാശ്മീരിൽ ഇപ്പോൾ ലാസ്റ്റ് പോയപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഒരല്പം ഞാൻ കാര്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്നതുകൊണ്ടാണോ യാത്രികനായതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ചൊരു പ്രശ്നമുള്ളത് പോലെ. കാരണം ഈ ടൈറ്റ് സെക്യൂരിറ്റിയൊക്കെ കണ്ടപ്പം കുറച്ചൊരു പ്രശ്നമുള്ള പോലെയൊക്കെ തോന്നിയിരുന്നു. ഒരു മനസ്സിലൊരു ആശങ്ക ചെറുതായിട്ടുണ്ടായിരുന്നു. ഞാനത് ഫാമിലിയായിട്ട് പങ്കുവെച്ചിരുന്നു. അതിനുശേഷം പിന്നെ എൻ്റെ ഒരു ആർമി സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആർമി ക്യാമ്പിൽ പോയി അദ്ദേഹത്തെ മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയം തന്നെയായിരുന്നു. ഈ ഒരു സെക്യൂരിറ്റി കൺസേൺ തന്നെയായിരുന്നു. അവർ എൻ്റെ അടുത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടൽ കുറച്ച് ഉള്ളിലേക്കായിരുന്നു. ശ്രീനഗർ ടൗണിലല്ല ഞങ്ങൾ താമസിച്ചത്. ഒരു ശ്രീനഗറിൽ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയിലൊക്കെ ഒരു 2 ആഴ്ച മുമ്പേ അവിടെ ഒരു മിലിറ്ററി അറ്റാക്ക് ഉണ്ടാവുകയോ 2 പേരെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള റിപ്പോർട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ആ സമയത്തൊക്കെ ചെറിയൊരു ആശങ്ക. പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് നമുക്ക് അത്ര വലിയൊരു പേടിക്കേണ്ടതില്ല. കാരണം നല്ല ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു ഏരിയയാണ്. വളരെ ഇൻ്റലിജൻ്റായിട്ട് ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്നൊരു ഏരിയയാണ്. ഫുള്ളി അണ്ടർ കൺട്രോൾ ഓഫ് ആർമിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ടൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ ഇതിനൊപ്പം തന്നെ പ്രേക്ഷകരുമായി മാതൃഭൂമി പങ്കുവയ്ക്കുന്നുമുണ്ട് കേട്ടോ. അതിമനോഹരമായ കാശ്മീർ ആസ്വദിക്കുന്ന ആ ദൃശ്യങ്ങൾ എല്ലാ മനുഷ്യർക്കും അങ്ങനെ കാശ്മീർ ആസ്വദിക്കാനുള്ള ഒരു അവസരമായി നമ്മൾ കണ്ടുകൊണ്ട് നിർഭയരായി സമീപിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കുറച്ചു കാലമായി ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ അസ്വസ്ഥരായി വീണ്ടും ഇത്തരത്തിൽ അശാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നല്ലോ അതിഭീകരമായി ഞെട്ടിക്കുന്ന ഈ സംഭവത്തിലൂടെ. ഏതായാലും ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് വിചാരിക്കാം. അതിന്റെ ഭാഗമായി തന്നെയാണ്
ഇപ്പോൾ പഹൽഗാമിലെ സുരക്ഷയൊക്കെ സൈന്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തിരിച്ചടിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമിത്ഷായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടും അവിടെ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രി കൂടി അങ്ങോട്ടേക്ക് എത്തിയാൽ കുറച്ച് കൂടുതൽ സുരക്ഷ ശക്തമാക്കാനുള്ള സാധ്യതയുമുണ്ട്.